എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തലേ ദിവസം ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ആയത് കാരണം ഞാനതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടി നല്ല വെയിലൊക്കെ വന്നതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്ന് വെയിലൊക്കെ കൊണ്ടു. എന്നിട്ടാണ് പിന്നെ ഉള്ളിലോട്ട് കയറിയത് കേട്ടോ. മോൻ എഴുന്നേറ്റില്ല. അപ്പം ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. ഞാൻ ആദ്യം അടുക്കളയിലോട്ട് വന്നൊന്ന് ചായക്കുള്ളതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം തലേ ദിവസം കുറച്ചധികം പാത്രങ്ങൾ എങ്ങനെയാണെന്നറിയില്ല, ഇത്രയും പാത്രങ്ങൾ എനിക്ക് കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബാസ്ക്കറ്റിലാണ് ഇങ്ങനെ പൊതുവെ വെച്ചിട്ട് കിടക്കാറില്ല. അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോഴേക്കും നല്ലോണം വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യമേ തന്നെ എടുത്ത് ഒതുക്കി വെച്ചു. ഇനി ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എല്ലാം ഇതിലോട്ട് നിന്ന് തട്ടണമല്ലോ. അത്രയും കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചായയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ചെടുത്ത് കുറച്ച് മോനെ മാറ്റി വെച്ചു, കുറച്ച് ഞാൻ അല്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അത്രയും കഴിഞ്ഞ് ഞാൻ നിന്നപ്പോൾ എന്നെ ആരോ പുറത്തുനിന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൃഷിയാണല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നതല്ലേ വീഡിയോയിൽ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ചീരയൊക്കെ കൃഷിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആരോ ഒരാൾ, എനിക്ക് അത്ര പരിചയമില്ല, പക്ഷേ എന്നെ പുള്ളിക്ക് നല്ലോണം അറിയാം. ഞാൻ രാവിലെ അവിടെ വെയിൽ കൊള്ളാൻ നിന്ന സമയത്ത് ആള് അങ്ങോട്ട് നടന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചീര പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടതുകൊണ്ട് കുറച്ച് പറിച്ചതെന്ന് എനിക്ക് കൊണ്ടു തന്നിട്ട് പോകും. ആള് കച്ചവടം ചെയ്യാൻ വേണ്ടി പറിച്ചതായിരുന്നു. എന്നാലും എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണെങ്കിൽ ഞാൻ കൈനീട്ടം പോലെ എനിക്കാണ് തന്നത്. അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിനെയൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് കറിക്ക് വേണ്ടിയിട്ട് തലേ ദിവസം ഞാൻ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കറിക്കുള്ളത് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞുമണി എഴുന്നേറ്റ് വന്നത്. അങ്ങനെ അവനെ കൊണ്ടുവന്നിരുത്തി ചായയൊക്കെ കൊടുത്തു. ആളൊന്ന് സെറ്റായതിന് ശേഷം പിന്നെ ഞാൻ മാവൊക്കെ എടുത്ത് കലക്കുന്നുണ്ട്. അപ്പോൾ ആള് അത് ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുക്കളയിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും നല്ല ഇഷ്ടമാണ് അവനെ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ തീയുടെ അടുത്ത് ആയതുകൊണ്ട് എനിക്കൊരു പേടി എപ്പോഴും ഉണ്ട് കേട്ടോ. എന്തെങ്കിലും നമ്മൾ കടുക് വറുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തട്ടുമെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇവൻ്റെ ദേഹത്ത് വീഴോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പിന്നെ പാടാണല്ലോ. എന്നാലും കുഞ്ഞാൾ വന്നിരിക്കുന്നതുകൊണ്ട് സംസാരിച്ച് ജോലി ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് ജോലിയും കഴിയും, എൻ്റെ കാര്യങ്ങളും പോകും. ചില സമയത്ത് ഇവന് വന്ന് ഇരുന്നാൽ എനിക്ക് ജോലിയൊന്നും നടക്കില്ല കേട്ടോ. ആൾ ഭയങ്കര പിണക്കവും ബഹളമൊക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവനെ ഒന്ന് സെറ്റാക്കിയൊക്കെ ഇരുത്തി മാവൊക്കെ കലക്കി വെച്ചതിന് ശേഷം അരിയും കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിയും കൂടെ തിളപ്പിക്കാൻ എടുത്ത് വെച്ച് ഏകദേശം എല്ലാം ഒന്ന് ചൂടായി വന്ന സമയത്ത് എൻ്റെ ഗ്യാസ് തീർന്നുപോയി. ഗ്യാസ് വേറൊരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ല, വീട്ടിലായിപ്പോയി. അപ്പോൾ അതിന് ഇവിടെ എത്തണം. ആ സമയത്ത് ഞാൻ ചീര രാവിലെ കൊണ്ടുവന്നതിൽ നിന്ന് മോശമായ ഇലയൊക്കെ മാറ്റി നുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിന് അരിഞ്ഞങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വരുമ്പോഴേക്കും എനിക്ക് ശടപടയെന്ന് വെച്ചാൽ മതിയല്ലോ. മറ്റേത് വന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സമയം പോകും. ഇതെപ്പോൾ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഹസ്ബൻഡ് വീട്ടിലില്ല. അപ്പോൾ അവിടെ നിന്ന് അമ്മ ഓട്ടോയിൽ കയറ്റി വിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം വന്നപ്പോഴേക്കും 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം അരിയാനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ തേങ്ങയൊക്കെ റെഡിയാക്കി എല്ലാം ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിച്ചങ്ങ് വെക്കാം. പിന്നെ കറിക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സവോളയും കുറച്ച് തക്കാളിയൊക്കെ ഞാൻ അരിഞ്ഞങ്ങ് എടുത്തു. പക്ഷെ പച്ചമുളക് ഇട്ടിട്ടില്ല, മോന് കൊടുക്കുന്നത് കൊണ്ട് പച്ചമുളക് ഇട്ടിട്ടില്ല. ഇച്ചിരി ഒന്ന് നമ്മുടെ പൊടിയൊക്കെ കുറച്ചിട്ട് ഒരു കുറുമ പോലെ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അലക്കിയിട്ട തുണികളൊക്കെ കുറച്ച് ദിവസമായി ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നു. എന്തായാലും വീട് ഒതുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ മടക്കി വെക്കണം. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ വെറുതെ ഈച്ചയടിച്ചിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ ഞാനതൊക്കെ അങ്ങ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ തുണിയൊക്കെ എല്ലാം മടക്കി വെച്ചു. ഇനി ഇവിടെയൊക്കെ ഒന്ന് വലയൊക്കെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ജനലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ വലയൊക്കെ ഉണ്ട്. ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലയടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇടയ്ക്ക് ഫോണിൽ എന്തോ ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു വല വരാണ്ടിരിക്കാൻ വേണ്ടി. അതിന് ഒന്നുകൂടെ എടുത്ത് പക്ഷെ നോക്കി എന്താണെന്ന് പക്ഷേ ചെയ്യണം. വർക്കിംഗ് ആവോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ജനലിൽ വല വരുന്നുണ്ട്. ഈ റൂമിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ തുണിയൊക്കെ മടക്കി വെച്ച് എല്ലാ അലമാരിക്കകത്തൊക്കെ എടുത്ത് വെച്ചതിന് ശേഷമാണ് എൻ്റെ ഗ്യാസൊക്കെ വന്ന് ഒരു 10-10:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ പിന്നെ വേഗം കറിക്കുള്ളതും പിന്നെ ചോറിനുള്ളതും എല്ലാം തിളപ്പിക്കാൻ വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് മോന് വിശക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു മുട്ട ഞാൻ ബുൾസൈ പോലെ അടിച്ച് അവന് ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ അത് ഒന്ന് വയറ് നിറഞ്ഞ് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശടപടേന്ന് നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറി നേരത്തെ ഒരു 2 വിസിൽ അടിച്ചപ്പോഴാണ് ഗ്യാസ് നിന്ന് പോയത്. അപ്പോൾ ആ ചൂടിൽ നിന്ന് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഗ്യാസ് കിട്ടിയതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 3 വിസിലൂടെ അടിച്ച് പെട്ടെന്ന് തന്നെ കറി സെറ്റാക്കി. ആ സമയപ്പോഴേക്കും എൻ്റെ അരിയൊക്കെ ഇപ്പുറത്ത് നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതിൽ കറിയിൽ തൂവി കൊടുത്തു. ഗ്രീൻ പീസിൽ മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ചീര അങ്ങനെ എടുത്തങ്ങ് തട്ടി തേങ്ങയും എല്ലാം കൂടെ ഒന്നിച്ചാണല്ലോ വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം അതുപോലെ തന്നെ ഒന്നിച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതും അവിടെ വെച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ദോശയും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ വെച്ചാൽ മതി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് 2 ദോശയൊക്കെ ചുട്ട് കറിയൊക്കെ എടുത്ത് കഴിക്കാൻ നിന്നെങ്കിലും 2 ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താ സമയം മാറിപ്പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇന്ന് മീനല്ല, കുറച്ച് ദിവസമായി സോയാബീൻ വാങ്ങിച്ചു വെച്ചിട്ട്, അപ്പോൾ അതിനെ ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോന് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേറൊന്നും ചേർക്കുന്നില്ല, വെറുതെ എണ്ണയിൽ വറുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യമേ ഞാൻ തിളപ്പിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഒരു മോര് കറിയുടെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി അത്ര മാത്രമേ ചതച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് അധികം കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട്. എന്നിട്ട് തൈര് കൂടെ ഒന്ന് ഉടച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ ജോലിയെല്ലാം തീർന്നിട്ടുണ്ട്. അടുക്കളയിൽ ജോലിയെല്ലാം തീർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം തന്നെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കി എല്ലാം സെറ്റാക്കി സ്ലാബൊക്കെ തുടച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ഈ പൊടികൾ ഇരിക്കുന്നത് ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കുന്ന മാത്രമല്ല, എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് നിറച്ച് വയ്ക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുപ്പിയിൽ തട്ടി വെച്ചാൽ മതി കേട്ടോ എനിക്ക്. കർക്കിടകത്തിന് ക്ലീൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എല്ലാ വിശേഷ ദിവസം വരുമ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. ഓണത്തിന്, വിഷുവിന്, ഈസ്റ്ററിന്, ക്രിസ്മസിന്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അതെന്തോ ഒരു ശീലമാണ്. പിന്നെ ഈ പൊടിയൊക്കെ തട്ടി വയ്ക്കുന്നതെന്ന് വിചാരിച്ചാൽ പണ്ട് കാലത്ത് ഈ അതായത് ജൂലൈ അതായത് നമ്മുടെ ഈ കർക്കിടക സമയമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പട്ടിണിയാവുന്ന ഒരു സമയം ആയതുകൊണ്ട് അതിന് മുന്നേ ഇങ്ങനെ പൊടിയൊക്കെ വാങ്ങിച്ച് തട്ടി ഇങ്ങനെ നിറച്ച് നമ്മൾ ആഹാരങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതനുസരിച്ച് ഞാനും എല്ലാ കാര്യങ്ങളും ഒക്കെ എടുത്ത് തട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഇവിടെ ഈ കർക്കിടകമായിട്ട് മഴ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഇപ്പോൾ കർക്കിടകമായി തുടങ്ങിയതിന് ശേഷം നല്ല വെയിലാണ്, നല്ല കാറ്റൊക്കെ ഉണ്ട്, പക്ഷേ മഴയുടെ യാതൊരു ഇതുമില്ല. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ സാധനങ്ങളും തട്ടിയൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം എല്ലാം നല്ലോണം തുടച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ശർക്കര പൊടിയാണ്. ഇപ്പം അത് വെച്ചിട്ടാണ് കൂടുതലായിട്ട് ചായയൊക്കെ ഇടുന്നത്. പഞ്ചസാര ഇപ്പം അധികം അങ്ങനെ ഉപയോഗമില്ല. ഇത് തീരാറായിട്ടുണ്ട്. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഞ്ചസാരയിലോട്ട് മാറിക്കോളും കേട്ടോ. ഇത് നമ്മൾ ഒരു യാത്ര പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ പൊടികളെല്ലാം തുടച്ച് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം മൊത്തം ഒന്ന് സ്ലാബ് കൂടെ ഒന്ന് ക്ലീൻ ആക്കി. ഈ പൊടികൾ നേരത്തെ കുപ്പിയിൽ ഇരുന്നത് ഞാൻ അടപ്പിലോട്ട് തട്ടി മാറ്റിയിട്ട് പുതിയ പൊടി ഏറ്റവും ആദ്യം തട്ടും. എന്നിട്ട് ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൻ്റെ ലാസ്റ്റ് മേളിൽ വരുന്ന രീതിയിൽ തട്ടി വയ്ക്കും കേട്ടോ. അപ്പോൾ അത് ആദ്യം തീരും ചെയ്യും, കേടാവൂല. അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ എനിക്ക് എടുക്കാൻ പാകത്തിന് ഏതൊക്കെയാണോ പെട്ടെന്ന് എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലായിടത്തും അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ പൾസസ് ആയാലും പൊടികളായാലും എല്ലാ സാധനങ്ങളും ഇവിടെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കി വെച്ചു. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ചൊന്ന് വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് സാധനങ്ങൾ എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കൊണ്ട് വെക്കുന്നതാണ്, എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കിയിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഇൻഡക്ഷൻ അടിയിൽ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കവറ് ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിനടിയിൽ അങ്ങനെ പൊടി അടിക്കില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിറച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒരു തുണിയെടുത്ത് മുന്നത്തെ പോലെ മൂടി വെച്ചു. പിന്നെ കുറേ ഡപ്പ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയോ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റി. കുറച്ച് വല അതിൻ്റെ ഉള്ളിലോട്ടായിട്ടുണ്ടായിരുന്നേ, പൊടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടിച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വേറെ വൃത്തികളൊന്നും ആയിട്ടില്ല. പിന്നെ ഉറുമ്പൊടിയാണ് കൂടുതൽ അങ്ങറ്റത്ത് കിടക്കുന്നത്, അപ്പോൾ ഒരുപാട് അടിച്ച് മാറ്റാനും പറ്റില്ല. എന്നാലും ഉള്ള പൊടിയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ എന്തിനോ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് അവിടെ ഇങ്ങോട്ട് ഒതുക്കി എടുക്കാമെന്ന് വിചാരിച്ചു. മിക്സിയൊക്കെ ഇപ്പോൾ ഇവിടെയാണല്ലോ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും എൻ്റെ അടുക്കളയുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് ഒന്ന് തുടച്ചെടുക്കണം, അത് ഇച്ചിരി പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേളിൽ ഒന്ന് രണ്ട് കവറോ ഷോപ്പറോ എന്തൊക്കെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഞാനെടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തു. അത്രയും തുടച്ചെടുത്തപ്പോഴാണ് ഒരു വൃത്തി വന്നത്. ഈ നമ്മൾ ഈ വീടടിക്കുമ്പോഴേക്കും പൊടി അടിച്ച് കയറുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ഉള്ളിലൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് സമയം ഒന്ന് ഇരുന്നു മോനെ വീട്ടിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛൻ വന്ന് മോനെ കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നെ ഞാൻ ബാക്കി പൊടി അടിക്കലിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവനുണ്ടെങ്കിൽ എനിക്ക് പൊടി അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ മാറ്റി നിർത്തണം, പറഞ്ഞാലും കേൾക്കില്ല. വന്ന് ഈ പൊടിയിലോട്ട് കയറിയിട്ട് പിന്നെ എന്തെങ്കിലും ചുമയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ആദ്യം പുറത്തിറങ്ങി. പുറത്ത് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്കിടയ്ക്ക് മഴമേഘം വന്ന് മൂടും, അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു. ഇന്നലെ ഇതുപോലെയായിരുന്നു കേട്ടോ. ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി നിന്ന സമയത്ത് നല്ലോണം മഴ അങ്ങോട്ട് തുടങ്ങി. ഒരു 2-3 മിനിറ്റോളം മഴ നല്ലോണം പെയ്തിട്ട് പിന്നെ അങ്ങോട്ട് മൊത്തം വെയിലായിരുന്നു. അപ്പോൾ ഞാനങ്ങ് മടിച്ചു. എന്തായാലും ഇനിയിപ്പോൾ നാളെ ചെയ്യാമെന്നുള്ളതായി. അപ്പോൾ ഈ പുറത്തൊക്കെ അത്യാവശ്യം വലയുണ്ടായിരുന്നു. ഞാൻ ഇവിടെയൊന്നും അധികം അങ്ങനെ വല അടിക്കാറില്ല, ഉള്ളിൽ നിന്നുള്ള അടിക്കലും വൃത്തിയാക്കലൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഇവിടെ നിന്ന് അങ്ങനെ അങ്ങ് തുടങ്ങാം, പുറത്തു നിന്ന് അകത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആദ്യം കാണുന്ന 3 ജനൽ വേറൊരു റൂം ഉള്ളതിൻ്റെയാണ് കേട്ടോ. അവരുടെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് തുറന്നൊന്നും അടിക്കാൻ പറ്റില്ല. ബാക്കി നമുക്ക് തുറക്കാൻ പറ്റുന്ന ജനലൊക്കെ ഞാൻ നല്ലോണം തുറന്നും അകത്തുനിന്ന് അതായത് ജനലിൻ്റെ പാളിയുടെ അകത്തും പുറത്തും ഒക്കെ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് അത്യാവശ്യം വല ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഗ്രില്ലുണ്ടല്ലോ, അവിടെയും അത്യാവശ്യം പൊടിയാണ്, വലയില്ലായിരുന്നു. പൊടി അത്യാവശ്യമൊക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് തട്ടിയൊക്കെ എടുത്ത് മാറ്റി. അത്രയും ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ബാക്ക് സൈഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ബാക്കിൽ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ താഴെയും ഒക്കെ ആയിട്ട് നല്ലോണം വലയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കി. പിന്നെ ഇവിടെ ചുറ്റിനും ഇവർ നമ്മുടെ ഈ
തുണി വിരിക്കാൻ വേണ്ടിയിട്ട് അശ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ വലയും എന്തൊക്കെയോ ചെറിയ ഈച്ച പോലെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടി ഇളക്കി വിട്ടു. അത്രയും അന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഒരു വൃത്തി വന്നത് കേട്ടോ. ഇത്രയും ദിവസം അകം ക്ലീൻ ആക്കുമായിരുന്നെങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ആകെ ഒരു അഭംഗിയായിരുന്നു. ഇത് ഇപ്പോഴാണ് സംഭവം കാര്യം മനസ്സിലായത്. അങ്ങനെ അവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പുറത്തെ സൈഡും പിന്നെ ഫ്രണ്ട് സൈഡും ഒക്കെ നല്ലോണം അടിച്ചെടുത്തു. ഫ്രണ്ട് സൈഡിൽ ഈ ഗ്രില്ല് കൂടുതലായതുകൊണ്ടാണ് കൂടുതലായിട്ട് വല കെട്ടാറുള്ളത്. എന്നാൽ വല കെട്ടുന്ന സാധനത്തിനെ കാണാറുമില്ല കേട്ടോ. എന്താണ് ഈ വന്നിരുന്ന് വല കെട്ടുന്നത് എന്നുള്ളത് അറിയാൻ വയ്യ. അങ്ങനെ അത്രയും അടിച്ചെടുത്തു. പിന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ മേളിൽ ഈ ഷെയ്ഡ് വന്ന് നിൽക്കുന്നതിൻ്റെ അടിയിലേക്ക് അത്യാവശ്യം പൊടിയാണ്, വലയല്ല, എന്തോ ഒരു സാധനം ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും. അപ്പോൾ അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് എത്തുന്ന രീതിക്ക് ഞാൻ തട്ടിയെടുത്തു. സത്യം പറഞ്ഞാൽ വലയടിക്കുന്ന സാധനം എടുത്താൽ മതിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചൂല കൊണ്ട് അങ്ങ് തുടങ്ങിയതുകൊണ്ട് ചൂല കൊണ്ട് ഞാൻ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉള്ളിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി പുറത്ത് വേറെ ഇതൊന്നുമില്ല. ഇനി മുറ്റം അടിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ വീടിനകത്തുള്ള എല്ലാ വേസ്റ്റും കൊണ്ട് മുറ്റത്ത് ഇറക്കിയിട്ട് വേണം എനിക്ക് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മേശയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എനിക്ക് മാറ്റാനും ഒതുക്കാനും ഒക്കെ കാണും. കൂടുതലും വേസ്റ്റ് പേപ്പർ. ആ വേസ്റ്റ് പേപ്പറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് അതിന് വെച്ചിട്ടാണ് ഞാൻ ചവറൊക്കെ കത്തിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തട്ടിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പുറത്ത് നിന്ന് അടിച്ചപ്പോൾ കുറച്ച് ഉള്ളിലോട്ട് വീണിട്ടുണ്ടായിരുന്നു വലയൊക്കെ. അപ്പോൾ അതൊക്കെ ബുക്കിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞൊക്കെ എടുത്ത് മേശയൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അടുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ സോഫയിൽ നമ്മുടെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ വന്ന് വിരിച്ചിട്ടതിന് ശേഷം ഇതുവരെ ഈ ബ്ലാങ്കറ്റ് ഞാൻ കഴുകിയിട്ടില്ല, കഴുകാറായിട്ടില്ല. ഞാൻ എല്ലായിടവും ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റിയും തിരിച്ചൊക്കെ വിരിച്ചിട്ട് അവസാനം എല്ലായിടവും പൊടി ആയതിനു ശേഷം നമുക്ക് കഴുകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ 2 ചെയറിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ ആരും വന്ന് അങ്ങനെ ഇരിക്കാറില്ല. ഇരിക്കുന്നെങ്കിൽ തന്നെ മറ്റേ ചെയറിലാണ് ഇരിക്കാറുള്ളത് കേട്ടോ. എന്നാലും ആരെങ്കിലും വന്ന് ഇരിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ചെയർ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് മാറ്റാനും സ്ഥലമില്ല. അതുകൊണ്ട് പിന്നെ ഈ ഇതിൽ ഉണ്ടായിരുന്ന ഒരു സ്പോഞ്ച് ആണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു. എല്ലാ സ്പോഞ്ചും നമുക്ക് കയ്യിൽ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മളെടുത്ത് മേളിൽ കയറ്റിയിട്ട് ഈ 2 ബ്ലാങ്കറ്റ് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് എടുത്ത് വിരിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ അതും കൂടെയൊക്കെ നന്നായിട്ടൊന്ന് വിരിച്ചിട്ടതിന് ശേഷം പൊടി അടിച്ചിറക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഇപ്പം നമ്മുടെ ഈ കർക്കിടകം തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടെ കാറ്റ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റ് കൊണ്ട് എനിക്ക് അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതെല്ലാം കാറ്റ് വന്നിട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോകും. ഞാൻ 2-3 തവണ എടുത്തിട്ടാണ് ഇത്രയും പൊടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പാട് വിട്ടു ഇതടിക്കാൻ വേണ്ടിയിട്ട്. ഈ കാറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലോണം പൊടി ഉള്ളിലും ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ നമ്മുടെ സിറ്റ് ഔട്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് റൂമായിരുന്നു. റൂമിൽ നിന്ന് ഞാൻ അത്യാവശ്യം ഉണ്ടായിരുന്ന വലയൊക്കെ തട്ടിക്കൊണ്ടു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ 2 അലമാരയോട് ഇതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അലമാരയിൽ അത്യാവശ്യം പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഡീപ്പ് ക്ലീനിങ്ങിൽ ഈ അലമാര തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഞാനത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം ഇത് ഡീപ്പ് ക്ലീനിങ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു ഡീപ്പ് ക്ലീനിങ് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനമായപ്പോൾ. കാരണം ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം ആയിട്ടില്ല. എന്നിട്ടും ഞാൻ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഇത് എൻ്റെ കുഞ്ഞിലേ ഉള്ള അലമാരയായിരുന്നു കേട്ടോ. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതും ഞാൻ തുടച്ചെടുത്തു. പിന്നെ ഈ റൂമിൽ നിന്നിട്ടാണ് നമ്മൾ റെഡി ആവുന്നത്. അപ്പുറത്തെ റൂമിൽ നല്ലോണം വെട്ടം കുറവാണ്, ലൈറ്റ് ഇട്ടാലും വെട്ടം കുറവാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല പ്രകാശമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചുവരിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന അലമാരയൊക്കെ തുടച്ചിട്ട് തിരിഞ്ഞപ്പോൾ ഈ ഫാനിൽ വീണ്ടും പൊടി അരിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാനും കൂടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ടും 2 റൂമും പിന്നെ അടുക്കള എല്ലാം ക്ലീനാണ്. ഇന്ന് നമുക്ക് ഹാളിലാണ് പണി. അപ്പോൾ അത് ഞാൻ ചെയറൊക്കെ ഒന്ന് നീക്കിയിട്ട് ചെയറൊക്കെ ഈ ഇടയ്ക്ക് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയറൊന്നും തുടയ്ക്കണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പൊടിയടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് നല്ലോണം ജനലുണ്ടായിരുന്ന വലയൊക്കെ തട്ടി. പിന്നെ ഇത് മോൻ്റെ കളിപ്പാട്ടങ്ങൾ, ഇത് അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവനെ കൊണ്ടുപോയത് കേട്ടോ. അല്ലെങ്കിൽ ആൾ തന്നെ കളിച്ചിട്ട് ഇപ്പോൾ എടുത്തൊക്കെ വെച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് ആദ്യം മാറ്റിയൊക്കെ വെച്ചു. പിന്നെ ഈ സോഫയുടെ അടിയിലൊക്കെ അത്യാവശ്യം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു കൂട്ടി പിന്നീട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ തൊട്ടിൽ അവൻ്റെ കളിപ്പാട്ടങ്ങളാണ് ഇരിക്കുന്നത് കേട്ടോ. അതിൽ കുറേ സാധനങ്ങൾ വേണ്ടാത്തതും പൊട്ടിപ്പോയതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനോ വേണ്ടി എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ ഒഴിവാക്കാനുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി. അവസാനം മാറ്റിയപ്പോഴേക്കും കളിപ്പാട്ടം മൊത്തത്തിൽ ആ ഷോപ്പറിൽ ഇരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറേ സാധനങ്ങൾ വീല് പോയതും പ്ലാസ്റ്റിക് പൊട്ടിയതും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആക്രിക്ക് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചു. അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിലായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കുറേയൊക്കെ വർക്കാവാണ്ട് പോയതും ഇല്ലാണ്ടായി നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ മാറ്റി. പിന്നെ അവൻ കുഞ്ഞിലേ കളിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ കുഞ്ഞിലേ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തോ നമുക്ക് കുറച്ച് ഇഷ്ടം കൂടുതൽ കാണുമല്ലോ അവൻ്റെ ആദ്യത്തെ കളിപ്പാട്ടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കയ്യിലിരിക്കുന്ന ആനക്കുട്ടിയൊക്കെ അവൻ്റെ ആദ്യത്തെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ തൊട്ടിൽ അത്യാവശ്യം പൊടിയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിലുള്ള പൊടിയും എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതിൽ ചിലപ്പോൾ
ചെതൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും നല്ലോണം ചെതൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ചെതലൊന്നുമില്ല, നല്ലോണം പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ തൊട്ടിൽ നന്നായിട്ട് ഒതുക്കി എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി അടിച്ചെല്ലാം കൊണ്ടൊന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും പേപ്പറും അങ്ങനത്തെ എന്തൊക്കെയോ അക്കറി കുക്കറി സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് അടിച്ചിറക്കിയിട്ട് ഞാൻ അതിനെയൊക്കെ എടുത്ത് പ്ലാസ്റ്റിക്കൊക്കെ മാറ്റി പൊടിയൊക്കെ അടിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം തന്നെ മുറ്റം അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മുറ്റത്ത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുപാട് ദിവസമായിട്ട് അടിച്ചിട്ടില്ല. അന്ന് ഇന്നലെ ഒരു ദിവസം മഴ പെയ്തതുകൊണ്ട് ഞാൻ അടിക്കാതിരുന്നിട്ടുള്ളത്. ഇപ്പോൾ കാറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് ഇവിടെയാണെങ്കിൽ ചീലാന്തിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ ഇല വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ ബാക്ക് സൈഡൊക്കെ അടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലോണം വെയിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ചടപടയെന്ന് അടിച്ചെടുത്തു. ഈ സൈഡും ഞാൻ അടിച്ചെടുത്ത് ഇവിടെ തന്നെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയുടെ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പോഴേ തന്നെ അതങ്ങ് കത്തിച്ചിട്ട് ഈ ഫ്രണ്ട് സൈഡിലൂടെ ഞാൻ വേഗം വന്ന് അടിച്ചിട്ട് കേട്ടോ. ഫ്രണ്ട് സൈഡ് അടിച്ചിട്ടപ്പോഴാണ് ഒരു വൃത്തിയായത്. അത് ഞാൻ പുറത്താണ് എപ്പോഴും കത്തിക്കാറുള്ളത്. അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടിട്ട് കൂട്ടി അപ്പം തന്നെ അങ്ങ് കത്തിച്ചു. കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് കത്തി അങ്ങ് പൊയ്ക്കോളുവേ. അപ്പോൾ ഇത്രയാണ് പുറത്തുള്ള പണിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇനി വീട് കൂടെ ഒന്ന് തുടച്ചെടുത്താൽ എൻ്റെ ക്ലീനിങ് അങ്ങ് കഴിയും. അപ്പോൾ മോനും ഏകദേശം വരാറാവുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ വീടും കൂടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് കുളിച്ച് കയറാൻ പറ്റുമെങ്കിൽ മാക്സിമം അത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ ഇത്രയും പൊടിയും വലയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലോണം അഴുക്ക് കാണുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അവസാനം തുടച്ചെടുത്ത് ലാസ്റ്റ് ആ വെള്ളം ഞാൻ നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാധാരണ നമ്മൾ തുടയ്ക്കുമ്പം, അതായത് 1-2 ദിവസം കൂടിയൊക്കെ തുടയ്ക്കുമ്പോൾ അത്ര അഴുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ ഈ ഊണുമേശ അതൊക്കെ നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഡീപ്പ് ക്ലീനിങ്ങിന് സമയത്ത്. പിന്നെ വലയോ പൊടിയോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭയങ്കര ഡീപ്പായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ നല്ലൊരു രീതിയിൽ വീട് ഒരുക്കിയിടാണ്ട രീതിയിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും തുടക്കലൊക്കെ കഴിഞ്ഞു. അത്രയും ആയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ റെസ്റ്റ് ഇല്ലാത്ത പണിയായതുകൊണ്ട് നല്ലോണം ക്ഷീണമായിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് വേറെ പണിയൊന്നുമില്ല, വീടൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഈ തിരിച്ച് നീക്കി മറിച്ചുമൊക്കെ ഇട്ട സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് കൊണ്ട് വെക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ സോഫ എല്ലാ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് നോക്കിയപ്പോഴേക്കും ഏകദേശം 1:45 ആവാറായിട്ടുണ്ടായിരുന്നു സമയം. അങ്ങനെ നമ്മുടെ കർക്കിടകം പ്രമാണിച്ചുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അത്ര ഭയങ്കര പൊടി ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലായിരുന്നു ചോദിച്ചാൽ ഉണ്ട്. പിന്നെ തറയൊക്കെ തുടച്ചപ്പോൾ ഞാൻ വിചാരിച്ച അത്ര അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലാത്ത അഴുക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മോനില്ലാത്തതുകൊണ്ട് ചടപടിയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ. ഇനിയിപ്പോൾ അവൻ വരാൻ സമയമായി. ഇപ്പോൾ 2 മണിയാവാൻ പോകുന്നുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ വരുന്നതിന് മുമ്പേ ചടപടിയുന്നൊരു കാക്കക്കുളി പോലെ കുളിച്ചു കൂടെ കയറി കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലൊരു ക്ലീനിങ് നമ്മൾ ചിങ്ങത്തിനായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അടുത്ത മാസം ചിങ്ങത്തിന് ഇച്ചിരി കാര്യമായിട്ടുള്ള ക്ലീനിങ് എന്തായാലും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ വീട് നല്ല രീതിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സോഫയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അവൻ എപ്പോഴും എടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്ത് അടുക്കി വെച്ചില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. അത് വിരിക്കാനുള്ള സമയം ആയില്ല സത്യം പറഞ്ഞാൽ. 2 ദിവസം ആയതേ ഉള്ളൂ ഞാൻ പുതിയ ഷീറ്റ് എടുത്ത് വിരിച്ചിട്ട്. പിന്നെ ഇത്രയും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ബെഡ്ഷീറ്റ് മാത്രം എങ്ങനെ മാറ്റാണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ബെഡ്ഷീറ്റ് ഇവിടെ മാറ്റിയിട്ട്, സംഭവം മാറ്റുന്നതും അലക്കുന്നതും പ്രശ്നമില്ല, മഴ ഇടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉണക്കിയെടുക്കുന്നതാണ് പ്രശ്നം. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മഴയില്ല, കാർമേഘം വരുന്നത് കാണാം, ഒന്ന് ചാറ്റൽ പെയ്യുന്നത് കാണാം, വീണ്ടും നിൽക്കുന്നത് കാണാം. അപ്പോൾ തുണി നമ്മൾ മേളിൽ കൊണ്ടുവന്ന് വിരിച്ചിടുമ്പോൾ ഉണങ്ങി കിടക്കുന്ന തുണിയാണെങ്കിൽ കൂടെ അത് നനച്ചിട്ട് നിന്നിട്ട് പോകും. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ എൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു ഇത്. ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.